ഇന്നസെന്റിന്റെ ചെറുപ്പത്തിൽ വേറെ കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് കഴിവ് ഒരുപാടുണ്ട്. ആ, പഠിക്കണേൽ മാത്രമേ കഴിവില്ല. എന്നാലും എനിക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാം. ഡൽഹൌസി പ്രഭുവിന്റെ പരിഷ്കാരങ്ങൾ, വോൾട്ടയർ, മോണ്ടോസ്ക്യൂ, റൂസോ, ഫ്രഞ്ച് വിപ്ലവം ഒക്കെ അറിയാം. അതൊക്കെ എനിക്ക് അതൊക്കെ അറിയാം. വേറെ പടം 50 പ്രാവശ്യം 100 പ്രാവശ്യം ഒക്കെ എഴുതിയതല്ലേ, അങ്ങനെ അറിയാം. പടം വരെയല്ല, ഒരിക്കൽ 9ാം ക്ലാസ്സുകാരും 8ാം ക്ലാസ്സുകാരും തമ്മിൽ പന്ത് കളിച്ചു, ഫുട്ബോൾ. എവിടെ? ഡോൺ ബോസ്കോയിൽ, സ്കൂളിൽ തന്നെ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോൾ ഇങ്ങോട്ട് വന്നു. ആ ബോൾ ഞാൻ എതിർ പോസ്റ്റിൽ ഗോളായത്. എന്നാ അന്നത്തെ പോളിമാഷ് എൻ്റെ അയാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അന്നത്തെ പ്രിൻസിപ്പൾ തമിഴനാണ് അയാൾ, ഡോൺ ബോസ്കോയിൽ. ആ അച്ഛൻ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അതിന് ശേഷം പിറ്റേ ദിവസത്തെ അസംബ്ലി കൂടുന്നതിന് സമയത്ത് ഇന്നസെൻറ്റ് ഇന്നലെ ഇവിടെ ഉച്ചതിരിഞ്ഞ് കളിച്ചിരുന്നു. വാസ്തവത്തിൽ ഒരു ഗോളിന് തോൽക്കേണ്ടതായിരുന്നു. പക്ഷേ അയാൾ ആ ഇന്നസെൻ്റ് പഠിക്കാൻ മോശമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അയാൾ ആ ബോൾ എങ്ങനെയാണ് അത് പോസ്റ്റിലേക്ക് ഇതാക്കിയത്. മാത്രമല്ല, ലോകത്ത് ആകെ 3 or 4 ആളുകൾ മാത്രമേ അങ്ങനത്തെ ഗോൾ അടിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ പെട്ടു. അല്ലെ, സത്യം ഭയങ്കര സംഭവമല്ലേ. എൻ്റെ കണ്ണിലും വെള്ളം നിറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇവിടെ അസംബ്ലിയിൽ. എന്നിട്ട് അവസാനം പ്രിൻസിപ്പളും പോളിമാഷും അവർ ചോദിച്ചു, ഇന്നസെൻറ്റ് ഇനി എങ്ങനെയാണ് ആ ബോൾ ഇത് ചെയ്തേ എന്ന് പറഞ്ഞു. ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്തിനെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ബോൾ എൻ്റെ നെഞ്ച് ഇവിടെ കൊള്ളുന്നു എത്തിയാൽ ഞാൻ ചാടിയതാണ്. അതുകൊണ്ട് ഞാൻ ഗോളടിച്ചതൊന്നല്ല, ആ ബോളാണ് അവിടെ പോയി ഗോളായത്. ഇപ്പൊ ഇയാളെ കണ്ടില്ലേ, ചെകുവരേനെ വരച്ചത് വല്യപ്പൻ്റെ അടുത്തേക്കല്ലേ പോയത്. അതെന്നെ കേസ്. ഇത് ഇങ്ങനെ എത്രയോ സമ്മാനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ.